കണ്ടല ബാങ്ക് തട്ടിപ്പിന്റെ ആദ്യഘട്ട കുറ്റപത്രം നൽകിയ ഇഡി എൻ ഭാസുരാങ്കനും മകനുമടക്കം 6 പ്രതികൾക്കെതിരെയാണ് ഇഡി കുറ്റപത്രം സമർപ്പിച്ചത്. 3,22,00,000 രൂപയുടെ ക്രമക്കേട് നടന്നെന്ന് ഇഡി. കൂടുതൽ വിവരങ്ങളുമായി ജിജീഷ് കരുണാകരൻ ചേരുന്നു. ജിജീഷ്, ആദ്യഘട്ട കുറ്റപത്രത്തിലെ ഉള്ളടക്കം എങ്ങനെയാണ്? രോഹിണി, എൻ ഭാസുരാങ്കനാണ് ഈ ഒരു ക്രമക്കേടിന്റെ മുഖ്യ സൂത്രധാരൻ എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള കുറ്റപത്രമാണ് ഇപ്പോൾ ആദ്യഘട്ട കുറ്റപത്രമാണ് നൽകിയിരിക്കുന്നത്. 3,22,00,000 രൂപയുടെ തട്ടിപ്പാണ് ആകെ നടന്നിട്ടുള്ളത്. നിരവധി നിക്ഷേപകർക്ക് പണം നഷ്ടമായിട്ടുണ്ട്. ഭാസുരാങ്കൻ നേരിട്ട് തന്നെ ക്രമക്കേടുകളിൽ പങ്കാളിയാവുകയും ഒപ്പം തന്നെ ഉന്നതരായ പലരും ഭാസുരാങ്കന് മേൽ സമ്മർദ്ദം ചെലുത്തുകയും ചെയ്തിട്ടുണ്ടെന്നും ഇഡി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നൽകിയിരിക്കുന്ന ആദ്യഘട്ട കുറ്റപത്രത്തിൽ വ്യക്തമാക്കുകയും ചെയ്യുന്നു. നിലവിൽ കുറ്റപത്രത്തിൽ 6 പ്രതികളെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഭാസുരാങ്കനും ഒപ്പം തന്നെ ഭാസുരാങ്കന്റെ ഭാര്യ ജയലക്ഷ്മി, 2 പെൺമക്കൾ, ഒപ്പം തന്നെ ഒരു മകളുടെ ഭർത്താവ് എന്നിവരാണ് ഈ പ്രതിപ്പട്ടികയിൽ നിലവിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട് നേരത്തെ മാറനല്ലൂർ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് സുരേഷ് കുമാറിനെയും പഞ്ചായത്ത് കമ്മിറ്റിയുടെ മുൻ വൈസ് പ്രസിഡന്റ് ഗോപകുമാറും അടക്കമുള്ള ആളുകളിൽ നിന്ന് മൊഴികൾ എടുത്തിരുന്നു. ഇവരുടെ എല്ലാം തന്നെ മൊഴികൾ എൻ ഭാസുരാങ്കന് എതിരായിരുന്നു. മാത്രമല്ല, നിരവധി നിക്ഷേപകരും ഭാസുരാങ്കന്റെ സാമ്പത്തിക ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട് പരാതികൾ നൽകി. 66 കേസുകളാണ് തുടക്കത്തിൽ ക്രൈംബ്രാഞ്ച് ഈ ഒരു തട്ടിപ്പുമായി ബന്ധപ്പെട്ട് രേഖപ്പെടുത്തിയിരുന്നത്. ഈ 66 കേസുകളുമായി ബന്ധപ്പെട്ട് തന്നെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം ആരംഭിച്ചത്. നിലവിൽ സാമ്പത്തിക തട്ടിപ്പുമായി ബന്ധപ്പെട്ടാണ് ആദ്യഘട്ട കുറ്റപത്രം നൽകിയിരിക്കുന്നത്. ഭാസുരാങ്കന്റെ നിയമന തട്ടിപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അനുബന്ധ കുറ്റപത്രങ്ങൾ ഉടൻ സമർപ്പിക്കും. ശരി, ജിജീഷ് കരുണാകരനാണ് വിവരങ്ങൾ നൽകിയത്.